ഹലോ ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ മിഷൻ ഒളിമ്പ്യാഡ്. ഒളിമ്പ്യാഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ക്ലാസ്സസ് ആണ് ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒളിമ്പ്യാഡ് എക്സാംസിന് വേണ്ടിയും സ്കോളർഷിപ്പ് എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള തിയറീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ബയോളജി പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഇത് നീറ്റ് 2016 ചോദിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ എൻട്രൻസ് ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഒളിമ്പ്യാഡുകൾക്ക് ആവർത്തിക്കാറുള്ളത്. ഓക്കെ, എ സെൽ ഓർഗനൽ കണ്ടെയ്നിങ് ഹൈഡ്രോലൈറ്റിക് എൻസൈം ഈസ്. നമ്മൾ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർഗനലുകളെ കുറിച്ച് പലപ്പോഴും പിന്നെ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്, ഹൈഡ്രോലൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ലൈറ്റിക് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ അല്ലെ, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ് അല്ലെ, ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് വാട്ടർ റിലീസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് എന്ന് പറയാം. അപ്പൊ ആ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉള്ള സെൽ ഓർഗനൽ ഏതാണെന്നാണ് ചോദ്യം. മിസോസോം, ലൈസോസോം, മൈക്രോസോം, റൈബോസോം, കുറെ സോമുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഏതാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ് നമുക്കറിയാം. ഇതിൽ ഒരു ഓർഗനലിനെ പറ്റി, ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു ഓർഗനലിനെ പറ്റി നമ്മൾ സ്ഥിരമായി കേട്ടിട്ടുണ്ട്. സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ എന്ന് നമ്മൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. സൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ ഏതാണ്? ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ ലൈസോസോമാണ്. അതിന്റെ ആൻസറും ലൈസോസോമാണ്. സൂയിസൈഡൽ ബാഗും ലൈസോസോമാണ്. എന്താണ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ? ഒരു സെല്ല് അതിനെ സ്വയം നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ സഹായിക്കുന്ന, അതായത് ആത്മഹത്യ ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഒരു സെല്ലിന് ആത്മഹത്യ ചെയ്യണം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ലൈസോസോമിലുള്ള നേരത്തെ പറഞ്ഞ ലൈറ്റിക് എൻസൈം, ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഈ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സെല്ലിനെ തന്നെ നശിപ്പിക്കാൻ വരെ കഴിവുള്ള എൻസൈംസ് എന്തിലുണ്ട്? ലൈസോസോമിലുണ്ട്. അതല്ല, എവിടെയെങ്കിലും റിപ്പയർ ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിറ്റി ആയിട്ടൊക്കെയാണ് മനസ്സിലാക്കി അല്ലേ, അവിടെ എവിടെയെങ്കിലൊക്കെ റിപ്പയർസോ അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് എവിടെയെങ്കിലും പോയി ഒരു ഭാഗം നശിപ്പിക്കണമെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യും? ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത് അത് നശിപ്പിക്കുക, അത് റിപ്പയർ ചെയ്യുക. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ആരുടെ പണി? നമ്മുടെ ലൈസോസോമിന്റെ പണി. അപ്പൊ ആ പണികളൊക്കെ ചെയ്യുന്നത്, ഒരു സെല്ലിനെ തന്നെ നശിപ്പിക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു ഭാഗം റിപ്പയർ ചെയ്യണമെങ്കിലൊക്കെ അതിനെ സഹായിക്കുന്നത് ഈ പറഞ്ഞ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണ്. അപ്പോൾ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉള്ളത് എവിടെയാണ്? നമ്മൾ പറഞ്ഞതുപോലെ ലൈസോസോമിലാണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നീറ്റ് 2016 തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻക്ലോസ്ഡ് ബൈ എ സിംഗിൾ മെംബ്രെയിൻ? ഒറ്റ മെംബ്രെയിൻ കൊണ്ട് എൻക്ലോസ് ചെയ്തിട്ടുള്ള ഇത് ഏതാണെന്നാണ് ചോദ്യം. ഒന്ന് ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ ലൈസോസോം. നമുക്കറിയാം ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലേ, അത് നമുക്കറിയാം. അത് ഒരിക്കലും സിംഗിൾ മെംബ്രെയിൻ അല്ല. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ഇതൊക്കെ ഡബിൾ മെംബ്രെയിൻഡ് ഓർഗനൽസ് ആണ്. ലൈസോസോമാണ് അവിടെയും കറക്റ്റ് ആൻസർ. ലൈസോസോമിനും ഒരു സിംഗിൾ മെംബ്രെയിൻ മാത്രമാണ് ഉള്ളത്. അപ്പൊ ഈ രൂപത്തിൽ മെംബ്രെയിൻ സിംഗിൾ മെംബ്രെയിൻഡ് ആണ്, ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ലൈസോസോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓരോ ഓർഗനൽ എടുത്താലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ഓർഗനലാണ് ലൈസോസോം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ലൈസോസോമിനെ പറ്റി നിങ്ങൾക്കറിയാവുന്ന മറ്റു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ പിന്നെ എഴുതുക. നമുക്ക് എന്ത് ചെയ്യാം? അത് ഡിസ്കസ് ചെയ്യാം.